ഹേ ഗൈസ്, നമുക്ക് കോഴിക്കോട് നിന്ന് കറങ്ങാൻ പോയാലോ? സോ ഇറ്റ്സ് ഡേ 1 ഓഫ് കോഴിക്കോട് ട്രിപ്പ്. ഷാർപ്പ് 5:52 മെമോന് ഞങ്ങൾ തിരൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പുറപ്പെട്ടു. 7 o'clock കക്കാടംപൊയിലേക്കുള്ള KSRTC ബസ് പിടിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. സോ ഇതുവരെ ഫുൾ സെറ്റ്. കറക്റ്റ് ടൈമിന് തന്നെ ബസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി കക്കാടംപൊയിലേക്ക് ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബസ് ഇറങ്ങി അവിടെ നിന്ന് അങ്ങനെ കുരിശുമല ലക്ഷ്യയ്ക്ക് നടന്നുകൊണ്ടിരിക്കെ ഞങ്ങൾക്കൊരു ലോക്കൽ ജീപ്പ് കിട്ടി. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് അവിടുത്തെ കടയിൽ നിന്ന് ഒരു ഓംലെറ്റ് അടിച്ച് കുരിശുമലയ്ക്ക് വീണ്ടും നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞത്, നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. ഇനി ചെറുതായിട്ടൊന്ന് പാളിയെന്ന് തോന്നുന്നു. കട്ടവേലി കരിഞ്ഞു പോകണ്ടെന്ന് മനസ്സിലായി ഞങ്ങൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് നേരെ സ്കൈവേയിലേക്ക് വെച്ചു പിടിച്ചു. അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അടുത്തുള്ള കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു. 50 hours ആട്ടോ ടിക്കറ്റ്. അധികം വെള്ളമില്ലാത്തതിന് കുളിക്കാനൊക്കെ അനുവാദം ഉണ്ടായിരുന്നു. ക്രിസ്മസ് ഡേ ആയതുകൊണ്ട് തന്നെ ടാക്സസ് ഒക്കെ വളരെ കുറവായിരുന്നു. ലഗേജും തൂക്കിയുള്ള നടത്തം അത്ര സുഖമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ റിസോർട്ടിലേക്ക് വെച്ച് പിടിക്കാൻ കരുതി. ആയാടുംപൊയിലിനടുത്തുള്ള കൈരളി റിസോർട്ടാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡീസൻറ്റ് റൂം. അത്യാവശ്യം നല്ലപോലെ വലഞ്ഞതുകൊണ്ടും ടൈം ഒരു 3 o'clock ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലപോലെ വിശക്കാൻ തുടങ്ങിയിരുന്നു. അവിടുന്ന് ലഞ്ചിന് മന്തിയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത്. കുറച്ച് ഫ്രഷ് ആയിട്ട് ഈവനിങ് പുറത്തേക്ക് ഇറങ്ങാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ബട്ട് മന്തിയുടെ ഹാങ് ഓവറിൽ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. ഇറ്റ്സ് ഓക്കെ, റിസോർട്ടിൽ തന്നെ ചില്ല ചെയ്യാലോ. അന്നവിടെ ഒരു വൈബ് ഫാമിലി അവിടെ സ്റ്റേ ചെയ്തിരുന്നു. അവരിങ്ങനെ പാട്ടൊക്കെ വെച്ച് DJ ലൈറ്റൊക്കെ സെറ്റാക്കിയിരുന്നു. എന്നാൽ പിന്നെ വാഴ നനയുന്ന കൂടെ ശരിയും നനയട്ടെ. നല്ല തണുത്ത കാറ്റും മ്യൂസിക്കും, ആഹാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ഡേയിലെ വിശേഷങ്ങളായി നെക്സ്റ്റ് വീഡിയോ കാണാം. സ്റ്റേ ട്യൂൺ ഫോർ സെക്കൻഡ് പാർട്ട്. ബൈ.